നമസ്കാരം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ട് എഴുതുവാനും സംസാരിക്കുവാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ദേ വെയർ ഗുഡ് ബട്ട് നോട്ട് ഗ്രേറ്റ്. കാരണം ഈ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു റിസർച്ചിന്റെ പിൻബലത്തോടെയല്ല. അതൊന്നും ഒരു പാത്ത് ബ്രേക്കിംഗ് രചനകളാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. നെഹ്റുവിന്റെ പുസ്തകങ്ങളിൽ ഒന്നും പുതിയതായിട്ട് നമുക്കൊന്നും കാണുവാൻ സാധിക്കുകയില്ല. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഒക്കെ ജസ്റ്റ് റീനറേഷൻ ഓഫ് ഓൾറെഡി പബ്ലിഷ്ഡ് മെറ്റീരിയൽസ് ആണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഹിസ്റ്റോറിയൻസ് അതിനോടകം പ്രസിദ്ധീകരിച്ച വസ്തുതകളുടെ ഒരു പുനരാവിഷ്കരണമാണ് നെഹ്റുവിന്റെ പുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ നെഹ്റുവിയൻ ചരിത്രരചനകൾ മിക്കതും ഒരു ബ്രിട്ടീഷ് ബയസോട് കൂടിയതും വളച്ചൊടിക്കപ്പെട്ടതുമാണ്. നെഹ്റുവിയൻ വളച്ചൊടിക്കലുകളുടെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റി ഹിന്ദുത്വമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം അതാണ്. ഹിന്ദുത്വ ഹിന്ദു മതമല്ല. ഹിന്ദുത്വയും ഹിന്ദു റിലീജിയനും രണ്ടും രണ്ടാണ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദു മതക്കാർ മാത്രം ജയിക്കണം എന്നാണോ? അല്ലല്ലോ, ഇന്ത്യ ജയിക്കണമെന്നല്ലേ. ഹിന്ദ് എന്നാൽ ഇന്ത്യയും ഇന്ത്യ എന്നാൽ ഹിന്ദുവാണ്. മറ്റ് ഓർഗനൈസ്ഡ് മതങ്ങൾ ഭാരതത്തിൽ എത്തിയതിന് ശേഷമാണ് ആ മതങ്ങളിൽ പെടാത്തവരെ ഹിന്ദു മതക്കാർ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റി ഒരിക്കലും മതപരമായിരുന്നില്ല. എന്നാൽ ഇതിനൊരു മതപരിവേഷം കൊടുക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നമ്മുടെ സംസ്കാരം കുറെ മതങ്ങളുടെ സംയോജിത സംസ്കാരമാണെന്ന് എഴുതി തുടങ്ങിയത് നെഹ്റുവാണ്. പിന്നീട് വന്ന ചരിത്രകാരന്മാരെല്ലാം സംസ്കാരത്തെ മതത്തിലൂടെ നോക്കിക്കാണുന്ന പ്രവണത കാണിച്ചു തുടങ്ങി. എന്നാൽ അതിന്റെ തുടക്കം ജവഹർലാൽ നെഹ്റുവിൽ നിന്നാണ്. നമ്മുടെ ചരിത്രത്തിലെ പല അപ്രിയ സത്യങ്ങളെയും മറച്ചു വെച്ചാണ് നെഹ്റു ചരിത്രരചന നടത്തിയത്. അല്ലെങ്കിൽ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടു എന്ന് വേണം കരുതുവാൻ. 1936 ജാനുവരി 17 ലോർഡ് ലോഥിന് നെഹ്റു അയച്ച ഒരു കത്തുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഭാരതത്തിന്റെ നീണ്ട ചരിത്രത്തിൽ ഒരിടത്തും മതത്തിന്റെ പേരിൽ ഇവിടെ സംഘടനകൾ നടന്നിട്ടില്ല എന്നാണ്. അതായത് ഇസ്ലാമിക അധിനിവേശ കാലത്ത് നടന്ന സകല വൃത്തികേടുകളും മതപരമായിരുന്നില്ല എന്നാണ് നെഹ്റുവിന്റെ പക്ഷം. നെഹ്റുവിന്റെ ഈ വാദത്തിന് ഫാക്ച്വലി വസ്തുതാപരമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. അയോധ്യയും മധുരയും വാരണാസിയും തകർത്തത് നെഹ്റു കണ്ടില്ല. നളന്ദയും തക്ഷശിലയും തീയിട്ട് ചാമ്പലാക്കിയതും നെഹ്റു കണ്ടില്ല. ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ വാളുമായി വന്ന മുഹമ്മദ് ഗസ്നിയെയും നെഹ്റു കണ്ടില്ല. അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന മുദ്രാവാക്യവുമായി വന്ന ടൈമൂറിനെയും നെഹ്റു കണ്ടില്ല. തുഗ്ലക്കിന്റെയും ലോധിയുടെയും ഔറംഗസീബിന്റെയും ഹിന്ദുക്കളോടുള്ള ക്രോധവും നെറികേടും നെഹ്റു കണ്ടില്ല. യഥാർത്ഥത്തിൽ നെഹ്റുവിന് യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനും പറയുവാനും ധൈര്യമുണ്ടായിരുന്നില്ല. 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി ഭാരതത്തെ ആക്രമിച്ചു. 16ാമത്തെ പ്രാവശ്യം അയാൾ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം നശിപ്പിച്ചു കളഞ്ഞു. അമൂല്യങ്ങളായ ധാരാളം രത്നങ്ങളും സമ്പത്തും അയാൾ ഒട്ടകപ്പുറത്തേറ്റി സ്വന്തം നാടായ ഗസ്നിയിലേക്ക് കൊണ്ടുപോയി. സോമനാഥ വിഗ്രഹം സ്വന്തം കൈകൊണ്ടാണ് ആ മഹാഭാവി നശിപ്പിച്ചത്. എന്നിട്ട് അത് എടുത്തുകൊണ്ടുപോയി ഗസ്നിയിൽ ഒരു പള്ളിയിലെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചു. ഗസ്നിയെ എതിർത്ത് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. ഇതൊന്നും നെഹ്റു കണ്ടില്ല. എന്നാൽ ഗസ്നിയുടെ സമകാലീനരായ ചരിത്രകാരന്മാരും സഞ്ചാരികളും കൂടെ സഞ്ചരിച്ചവരും ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. സാക്രിയ അൽ ഖസ്വേനി, ഇതൊരു അറബിക് പേരാണ്, പ്രൊണൗൺസിയേഷൻ തെറ്റായിരിക്കും. അദ്ദേഹം ഒരു അറബ് ജിയോഗ്രാഫറാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. സോമനാഥ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അവിടുത്തെ ക്ഷേത്രത്തിന്റെ വിഗ്രഹം ഒരത്ഭുതമാണ്. ആ വിഗ്രഹവും അറിയപ്പെടുന്നത് സോമനാഥ് എന്ന പേരിൽ തന്നെയായിരുന്നു. വിഗ്രഹം ക്ഷേത്രത്തിന്റെ നടുവിലായി മുകളിൽ നിന്നോ താഴെ നിന്നോ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ അന്തരീക്ഷത്തിലാണ് നിന്നിരുന്നത്. ഒരുപക്ഷെ കാന്തിക ശക്തി കൊണ്ടായിരിക്കാം വിഗ്രഹത്തെ അപ്രകാരം നിർത്തിയിരുന്നത്. ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ ആരാധനാമൂർത്തിയായിരുന്നു സോമനാഥ്. ഗസ്നിയുടെ മതപ്രചരണ യുദ്ധത്തിൽ സോമനാഥ് തകർക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, മതപ്രചരണ യുദ്ധത്തിൽ. ഗസ്നിയുടെ കൂടെ വന്ന ആൾക്കാർ എഴുതിയിരിക്കുന്നത് അതൊരു മതയുദ്ധമായിരുന്നു, മതപ്രചരണ യുദ്ധമായിരുന്നു എന്നാണ്, അല്ലാതെ പൊളിറ്റിക്കൽ വാർ ആയിരുന്നില്ല. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഗസ്നി മതം മാറ്റി. ഇത് എഴുതിയിരിക്കുന്നത് ഗസ്നിയുടെ കൂടെ വന്ന അന്ന് അവിടെ ഉണ്ടായിരുന്ന ഞാൻ ഈ പറഞ്ഞ സാക്രിയ അൽ ഖസ്വേനി എന്ന ജിയോഗ്രാഫറാണ്.
ഗസ്നി സോമനാഥിൽ വന്നതിനെ കുറിച്ച് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നെഹ്റു എഴുതിയിരിക്കുന്നത് ഒരൊറ്റ വരിയാണ്. ഗസ്നി സോമനാഥിൽ വന്നു പോയി. ഡിസ്കവറി ഓഫ് ഇന്ത്യ ചാപ്റ്റർ 6 നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതുന്നതിന് 10 കൊല്ലം മുൻപാണ് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതുന്നത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ നെഹ്റു ഗസ്നിയെ വിശേഷിപ്പിക്കുന്നത് ബ്രില്യൻ സോൾജിയർ എന്നാണ്. ഈ ഗസ്നി ചെയ്തു കൂട്ടിയ സകല വൃത്തികേടുകളെയും ഏതൊരു സോൾജിയറും സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യമാണെന്നാണ് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അയാളെ അങ്ങനെ ന്യായീകരിക്കുകയാണ് നെഹ്റു ചെയ്യുന്നത്. നെഹ്റുവിനോളം നമ്മുടെ ചരിത്രത്തെ ഇത്രമാത്രം വികലമാക്കിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇസ്ലാമിക അധിനിവേശത്തെ വെള്ളപൂശി നെഹ്റു എഴുതിയിരിക്കുന്നത് മുഴുവൻ നോൺസെൻസ് ആണെന്ന് പറയേണ്ടി വരും. ഗസ്നിയും ഗോറിയും അടക്കമുള്ള ഇസ്ലാമിക അധിനിവേശക്കാർ ആക്രമിച്ച് കയറി വന്നപ്പോൾ മാത്രമല്ല അവർ ഈ വൃത്തികേടുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവരൊക്കെ കുറെ നാൾ ഇവിടെ ഭരണാധികാരികളുമായിരുന്നു. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്മാർ ചെയ്തിരിക്കുന്നത് അൺഇമാജിനബിൾ ഇഞ്ചുറിയാണ് ഹ്യൂമാനിറ്റിക്കെതിരെ ചെയ്തിരിക്കുന്നത്. അതിനെയൊക്കെ വെള്ളപൂശുന്നത് ചരിത്രത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. ഗസ്നിയുടെ ആക്രമണം നടക്കുന്ന കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സോമനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം അതിനെ കഷണമാക്കി അയാൾ ഗസ്നിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സോമനാഥിലെ ചില ധനികരായ കച്ചവടക്കാർ അവർ ഈ വിഗ്രഹത്തിന്റെ വിലയേക്കാൾ അധികം വില നൽകി അത് തിരികെ വാങ്ങുവാൻ ഒരു ശ്രമം നടത്തി. അതിനോട് ഗസ്നി പ്രതികരിച്ചത്, ഞാൻ വിഗ്രഹങ്ങൾ തകർക്കുന്നവനാണ്, വിൽക്കുന്നവനല്ല. ഇതൊന്നും ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കും റെഫർ ചെയ്യാം. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുര നശിപ്പിച്ചതും ഗസ്നിയാണ്. അതിനെയും വെള്ളപൂശിയാണ് നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതിയിരിക്കുന്നത്. നെഹ്റു ഗസ്നിയെ അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളെ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ എന്നാണ്, ലവർ ഓഫ് ബിൽഡിങ്സ്. സ്വന്തം നാടായ ഗസ്നിയിൽ ഒരു വലിയ സിറ്റി ഉണ്ടാക്കുവാൻ മധുരയിൽ നിന്നും ധാരാളം കലാകാരന്മാരെയും കൽപ്പണിക്കാരെയും ഒക്കെ ഗസ്നിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നെഹ്റു എഴുതി വെച്ചിരിക്കുന്നത്. മധുര നശിപ്പിച്ച് പള്ളിയാക്കിയതിനെ കുറിച്ച് നെഹ്റു ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മധുരയുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ച് ഗസ്നിയിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് ഒരു വരി പോലും നെഹ്റു എഴുതിയിട്ടില്ല. കരുണയുടെ ഒരു അംശം പോലും കാണിക്കാതെ ഗസ്നി തകർത്ത മധുരയെയും സോമനാഥിനെയും നെഹ്റു കണ്ടില്ല. ഗസ്നിയുടെ കൂടെ വന്ന അയാളുടെ ഒരു സഹായിയും സെക്രട്ടറിയുമായ അൽ ഉത്താബി, അയാള് തന്റെ തഹരീഖ് ഇ യമീനി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളെയും നശിപ്പിക്കുവാൻ സുൽത്താൻ ആജ്ഞാപിച്ചു. ഹിന്ദിനെതിരെ ഒരു വിശുദ്ധ യുദ്ധം തുടങ്ങുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ഹിന്ദിനെ വിഗ്രഹാരാധകരിൽ നിന്നും മോചിപ്പിച്ച് പരിശുദ്ധമാക്കി. അവിടെയെല്ലാം പള്ളികൾ പണിഞ്ഞു. ഇതാണ് ഈ ഗസ്നിയുടെ കൂടെ വന്ന ആള് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്നും നെഹ്റു കണ്ടില്ല. ഗസ്നിയുടെ കൂടെ വന്ന മറ്റൊരു സഹായിയുണ്ട്. അയാളുടെ പേര് മിൻഹാജു സിറാജ്. ഈ പ്രൊണൗൺസിയേഷൻ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഗസ്നിയെ തന്റെ പുസ്തകത്തിൽ വിളിക്കുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻസ് ഓഫ് ഇസ്ലാം എന്നാണ്. എന്താണ് ഈ ഗസ്നിയുടെ ക്വാളിഫിക്കേഷൻ? ഈ ചാമ്പ്യൻ ആവാൻ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ മതം മാറ്റി, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ പള്ളികളാക്കി. ഇതൊക്കെ ഗസ്നിയുടെ കാലത്ത് ഗസ്നിയുടെ കൂടെ ജീവിച്ച, കൂടെ സഞ്ചരിച്ച ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അഭിമാനപൂർവ്വം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതും നെഹ്റു കണ്ടില്ല. ഗസ്നിയുടെ സമകാലീനർ എഴുതിയിരിക്കുന്ന ചരിത്രരേഖകളൊക്കെ നെഹ്റുവിന് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വേണം കരുതുവാൻ. കാരണം ഇന്ത്യക്കാരെ കുറിച്ച് ഗസ്നിയുടെ കൂടെ വന്നവർ എന്തെങ്കിലും നെഗറ്റീവായിട്ട്, എന്തെങ്കിലും വൃത്തികേടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നെഹ്റു തന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗസ്നിയും ഗോറിയും ഒക്കെ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതയെക്കുറിച്ച് മാത്രമാണ് നെഹ്റു നിശബ്ദനാവുന്നത്. ഞാൻ ഈ പറഞ്ഞതിനെ സാധൂകരിക്കാൻ ഒരു ഉദാഹരണം പറയാം. ഗസ്നിയുടെ കൂടെ വന്ന മറ്റൊരു സഹായിയുണ്ട്. അയാളുടെ പേര് അൽ ബുറൈനി. ഇയാൾ ഇന്ത്യക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അഹങ്കാരികൾ, വിഡ്ഢികൾ എന്നൊക്കെയാണ്. ഇതൊക്കെ നെഹ്റു തന്റെ പുസ്തകത്തിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നെഹ്റു വളരെ സെലക്റ്റീവായിട്ടായിരുന്നു ചരിത്രത്തെ സമീപിച്ചിരുന്നത് എന്ന് വേണം നമുക്ക് കരുതുവാൻ. സോമനാഥവും മധുരയും ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് നെഹ്റുവിന്റെ സമീപനത്തിന്റെ ഉദാഹരണങ്ങളായിട്ടാണ്. ഭാരതത്തിന്റെ ചരിത്രത്തോട് നെഹ്റുവിന്റെ പൊതുവെയുള്ള സമീപനം ഇത് തന്നെയായിരുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.